കാട്ടിൽ പിന്നെ മൃഗങ്ങൾക്ക് വേണ്ട ഭക്ഷണം ഇല്ലെങ്കിൽ അവർ നേരെ നാട്ടിലോട്ട് ഇറങ്ങും. അതെ. പണ്ട് കൂടി ഒരു കടുവ വന്നു. അത് അന്ന് ഇപ്പോൾ റിട്ടയർഡായ ഫോറസ്റ്റ് പേര് ഞാൻ പറഞ്ഞ അങ്ങനെ രണ്ടാമത് ആക്രമിച്ച്. രണ്ടായിരത്തി 2023 സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷോണിമിത്ര അവാർഡ് നേടിയ തോമസ് ഏട്ടൻ്റെ കൃഷിയിടത്തെയുമാണ് ഇന്ന് പാടവും പറമ്പും പ്രേക്ഷകർക്കായിട്ട് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഈ തോട്ടത്തിലേക്ക് ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഒരു നല്ല തണുപ്പാണ്. അതെടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം അതെടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മുള്ളൻകൊല്ലി, അതായത് വരൾച്ച ഏറ്റവും അതിരൂക്ഷമായ മുള്ളൻകൊല്ലി പഞ്ചായത്തിലാണ് ഈ കൃഷിയിടമുള്ളത്. ഈ കൃഷിയിടത്തിൽ എപ്പോൾ വന്നാലും നമ്മൾ മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ മറ്റ് കൃഷിയിടങ്ങൾ എന്ന് വെച്ചാൽ ഒരു വരൾച്ചാ ബാധിത മേഖലയാണ്, പച്ചപ്പ് തീരെ കാണാനില്ലാത്ത സ്ഥലങ്ങളാണ്. അപ്പോഴാണ് ഈ തോമസ് ഏട്ടൻ്റെ കൃഷിയിടത്തിൽ നിറഞ്ഞിങ്ങനെ പച്ചപ്പും ഒരു തണുപ്പും കാലാവസ്ഥയൊക്കെ ഉള്ളത്. അപ്പോൾ ഈ കൃഷിയിടവും തോമസ് ഏട്ടൻ്റെ കൃഷി രീതിയും അതുപോലെ എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഇത്രയും പച്ചപ്പ് നിറഞ്ഞിരിക്കുന്നു, ഈ കാർഷിക വിളകൾ നല്ല രീതിയിൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നും അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ പ്രേക്ഷകർക്കായിട്ട് ഞങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ എപ്പിസോഡ് കാണാം. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം പരിചയപ്പെടുത്തിയ തോമസ് ഏട്ടൻ, മുള്ളൻകൊല്ലിക്കാരുടെ സ്വന്തം തോമസ് ഏട്ടൻ. മുള്ളൻകൊല്ലിക്കാർക്കൊരു പച്ചപ്പിൻ്റെ ഒരു വലിയൊരു തോട്ടം സമ്മാനിക്കുന്ന തോമസ് ഏട്ടൻ. തോമസ് ഏട്ടാ, എന്താ ഈ ഒരു തോട്ടത്തിൻ്റെ ഒരു പ്രത്യേകത? നമുക്ക് എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു പച്ചപ്പ് നിലനിർത്താൻ സാധിക്കുന്നത്? ഇത് ഞാൻ 979 ഇവിടെ സ്ഥലം എടുക്കുന്നത്. അന്ന് നല്ല മഴയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഓരോ വർഷം ചെല്ലും തോറും ഈ പ്രദേശം അതിരൂക്ഷമായ വരൾച്ച ബാധിച്ച് മണ്ണിൽ ജലത്തിൻ്റെ അളവ് കുറയുകയും ഈ പ്രദേശം ഒരു മരുവൽക്കരണത്തിലേക്കാണ് പോകുന്നതെന്നാണ് ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നത്. അതെ അതെ, കർണാടകയോട് അടുത്ത് ചേർന്ന് കിടക്കുന്ന ഭൂമി ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ ഈ പറമ്പിൽ മുള, ഈറ്റ മുതലായ വൃക്ഷങ്ങളും മറ്റ് വൃക്ഷങ്ങളും ധാരാളമായി വെച്ച് പിടിപ്പിക്കുകയും ഈ പറമ്പിൽ വീഴുന്ന ഒരു തുള്ളി വെള്ളം പോലും പുറത്ത് കളയാതെ മൺകയ്യാലുകൾ ചുറ്റും തീർത്തുകൊണ്ട് തന്നെ ഈ പറമ്പിൽ വീഴുന്ന ഓരോ തുള്ളി ജലവും മണ്ണിൽ തന്നെ താഴ്ത്തുകയും റോഡേ വരുന്ന വെള്ളം പറമ്പിലേക്ക് കയറ്റി ഓരോ കുഴികളിൽ നിറയ്ക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എനിക്ക് ഈ പറമ്പിൻ്റെ താഴെ ഭാഗത്തൊരു കുളമുണ്ടായിരുന്നു. 86 പണി കഴിപ്പിച്ചാണ്. പക്ഷേ 90-ലെ വരൾച്ചയ്ക്ക് ആ കുളം പൂർണ്ണമായി വറ്റുകയും എൻ്റെ കുറേ കൃഷികൾ, തെങ്ങും കമുകും എല്ലാം ഉണങ്ങി പോവുകയും ചെയ്തു. അപ്പോൾ പിന്നെ ഈ ജലം സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം എനിക്ക് മനസ്സിലാക്കുകയും ഞാൻ ആ കുളം വീണ്ടും 2018 വിപുലീകരിക്കുകയും ഈ മൺകയ്യാലുകളും തീർത്തി വൃക്ഷങ്ങളും എല്ലാം നട്ടു വളർത്തിയതിൻ്റെ ഫലമായിട്ടാണെന്ന് തോന്നുന്നു നല്ല രീതിയിൽ എനിക്ക് ആ കുളത്തിൽ വെള്ളം കിട്ടുകയും ആ വെള്ളം കൊണ്ട് ഞാൻ ഈ പറമ്പ് നനയ്ക്കുന്നതുകൊണ്ട് ആ പച്ചപ്പ് എന്നും നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ജൈവ കൃഷിയാണ് ഞാൻ അവലംബിക്കുന്നത്. രാസകൃഷി ചെയ്ത പറമ്പിനെ അപേക്ഷിച്ച് ഈ മണ്ണ് എപ്പോഴും ഒരു ജീവനുള്ള മണ്ണായിട്ടാണ് അപ്പോൾ നമുക്ക് ഈ ജൈവ കൃഷിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നത്? ജൈവ കൃഷിക്ക് ഞാൻ പ്രധാനമായിട്ടും പിന്നെ പലേക്കർ കൃഷിയാണ് അവലംബിക്കുന്നത്. സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് എന്ന് പറയും. നാടൻ പശുവിൻ്റെ ചാണകവും മൂത്രവും ഉപയോഗിച്ചുള്ള ജീവാമൃതവും പിന്നെ പലേക്കർ കൃഷിയിലെ ഒരു പ്രധാന ഘടകമാണ് പുതയിടുക എന്നുള്ളത്. അത് 3 രീതിയിലുള്ള പുതയാണ്
പലേക്കർ പറയുന്നത്. ജീവനുള്ള ഇങ്ങനെയുള്ള ചെടികൾ ഒരു പുത, പിന്നെ ചപ്പ് ചവറുകൾ ഒരു പുത, പിന്നെ 6 ഇഞ്ച് മണ്ണ് താത്തി കളച്ചാലും അതൊരു പുതയായിട്ടാണ് പലേക്കർ പറയുന്നത്. അങ്ങനെ ജീവാമൃതം 2013 മുതൽ ജീവാമൃതം ചെയ്തതിൻ്റെ ഫലമായി എൻ്റെ മണ്ണിൽ ധാരാളം മണ്ണിര ഉണ്ടാകുകയും എൻ്റെ മണ്ണിൻ്റെ ഒരു കർഷകർ മണ്ണിൻ്റെ കലപ്പയെന്നാണ് മണ്ണിരയെ പറയുന്നത്. പലേക്കർ പറയുന്ന 1 ഏക്കർ സ്ഥലത്ത് 1.5 ലക്ഷം മണ്ണിരയെങ്കിലും ഉണ്ടെങ്കിൽ ആ മണ്ണ് സമ്പുഷ്ടമാണ്. എൻ്റെ അനുഭവത്തിൽ 1.5 ലക്ഷത്തിലധികം മണ്ണിര എൻ്റെ പറമ്പിലുണ്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ജീവാമൃതത്തിൻ്റെ മണം കേൾക്കുമ്പം മണ്ണിനടിയിൽ സുഷുപ്തിയിൽ കിടക്കുന്ന മണ്ണിര മുകളിലേക്ക് വരികയും അത് മുകളിലേക്ക് വരുമ്പോൾ അതിൻ്റെ ശരീരത്തിലൊരു പശയുള്ളതുകൊണ്ട് ഒരു മൺഭിത്തി അവിടെ രൂപപ്പെടും. അത് തിരിച്ചു പോകുന്ന വേറൊരു വഴിക്കായിരിക്കും. അപ്പോൾ ഈ സുഷിരങ്ങളിൽ കൂടി വെള്ളം മണ്ണിലേക്ക് ഇറങ്ങും. അതാണ് മണ്ണിര ചെയ്യുന്ന. അതുപോലെ തന്നെ നമ്മുടെ മണ്ണിളക്കി തരികയും ചെയ്യും. ഇവിടെ വേനൽക്കാലം പല കൃഷിക്കാരുടെ പറമ്പുകളിൽ മണ്ണിരകൾ വന്ന് അവരുടെ വീടിൻ്റെ മുറ്റത്തും അവിടെ ഇവിടെയെല്ലാം കൂട്ടത്തോടെ ചത്ത് വീഴുന്ന ഒരു പ്രതിഭാസം ഉണ്ടാകാറുണ്ട്. പക്ഷേ എൻ്റെ പറമ്പിൽ അങ്ങനെ ഒരു മണ്ണിര ചാകുന്നില്ല. ഇവിടെ മണ്ണിരേൻ്റെ സ്വന്തം തൊട്ടാണ്. മണ്ണിരയും പക്ഷികളും എല്ലാം പറമ്പിൽ. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ കണ്ടു ധാരാളം പക്ഷികളാണ് ഇവിടെ ഉള്ളത്. ശരിക്കും പക്ഷികൾ ഈ നമ്മൾ ധാരാളം ഫലവൃക്ഷങ്ങളുണ്ട്. ഈ ഫലങ്ങൾ കഴിക്കാനും അതുപോലെ തന്നെ ഈ ഒരു പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് ഇവിടെ ധാരാളം പക്ഷികളും അതുപോലെ തന്നെ ചെറു ജീവികളും ഒക്കെ ഇവിടെ ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ പലയിടത്തും കാണാത്ത ചെറിയ ചെറിയ ചെടികൾ പോലും ഇവിടെ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ശരിക്കും ഈ മുള്ളംകൊല്ലി ഭാഗത്തേക്ക് ഞങ്ങൾ വന്നപ്പോൾ പല തോട്ടങ്ങളും വരണ്ട് കിടക്കുകയാണ്. ശരിക്കും ഒരു മഴയില്ലാത്ത കൊണ്ട് തന്നെയായിരിക്കും, അത് വെള്ളമില്ലാത്തത് കൊണ്ടാണ്. ശരിക്കും അവിടെ നിന്നൊന്ന് മാറി ഞങ്ങൾ തോമസേട്ടൻ്റെ കൃഷിയിടത്തിലേക്ക് എത്തിയപ്പോഴേ വീട് തന്നെ ഞങ്ങൾ മുൻഭാഗത്ത് എത്തിയപ്പോൾ തന്നെ അവിടെ മൊത്തം ഒരു പച്ചപ്പാണ്. ആ പച്ചപ്പ് ഞങ്ങൾ തോട്ടത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അതിനേക്കാളും വലിയൊരു പച്ചപ്പാണ് നമ്മൾ തോട്ടത്തിലെത്തിയിരിക്കുന്നത്. നമുക്ക് ഈ നമ്മൾ ഓരോ മഴയും ഓരോ തുള്ളി ജലവും തോമസേട്ടൻ സംരക്ഷിക്കുന്നുണ്ട്. എങ്ങനെയാണ് നമുക്ക് ആ റോഡിൽ നിന്ന് വെള്ളം നമ്മൾ കൃഷിയിടത്തിലേക്ക് ഒരു തുള്ളി പോലും പാഴാക്കാതെ എത്തിക്കുന്നു എന്നുള്ളൊരു കഥ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ്? അത് റോഡേ വരുന്ന വെള്ളം ഞാൻ മണ്ണിൽ ചാലുവഴി പറമ്പിൽ കെട്ടി പറമ്പിൽ പല കുഴികൾ കൂട്ടി ആ കുഴികളിൽ മഴക്കാലത്ത് വെള്ളം താഴ്ത്തുകയും, അതായത് വെള്ളത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഓടുന്ന വെള്ളത്തെ നടത്തുന്ന വെള്ളത്തെ ഇരുത്തണം, ഇരിക്കുന്ന വെള്ളത്തെ കിടത്തണം. അതെ, അപ്പോഴാണ് വെള്ളം മണ്ണിലുണ്ടാവും. അതാണ് തോമസേട്ടൻ്റെ സീക്രട്ടും ഈ തോട്ടത്തിൻ്റെ സീക്രട്ടും. പക്ഷേ ഇത് ശരിക്കും ഒരു മാതൃക ആക്കേണ്ടതാണെങ്കിലും നമുക്ക് പലരും ഇത് മാതൃകയാക്കി എടുക്കുന്നില്ല അല്ലേ? എടുക്കുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ റോഡെ വെള്ളം പിടിക്കാൻ തുടങ്ങിയപ്പോൾ അത് അടുത്തുള്ളവർ പിടിക്കാൻ തുടങ്ങിയപ്പോൾ ഇതിങ്ങനെ ഒരു ട്രിക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ പിന്നെ വേറെ സ്ഥലത്തുനിന്ന് വെള്ളം പിടിച്ചാണ് ഇപ്പം തോടെ വരുന്ന വെള്ളം വേറെ സ്ഥലത്ത് ശേഖരിച്ച് മോട്ടർ വെച്ച് ഈ കുളങ്ങളും ഈ കുഴികളും മഴക്കാലത്ത് തന്നെ നിറച്ചിടും. ഈ കൊല്ലം 20% മഴ പോലും ഈ പ്രദേശത്ത് കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പോഴും എൻ്റെ കുളത്തിൽ സാമാന്യം വെള്ളമുണ്ട്. പക്ഷേ ഇതേപോലെ 2-3 വർഷം തൊട്ടിട്ടാണ് പഴയ 86-ലെ എൻ്റെ അനുഭവം തന്നെ ആയിരിക്കും. അത് ഞാൻ മുൻകൂട്ടി കാണുന്നുണ്ട്. പക്ഷേ നമുക്കിപ്പം പ്രകൃതി നമുക്ക് വിരുദ്ധമായാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പറ്റുന്ന രീതിയിൽ സംരക്ഷിക്കുക എന്നേ ഉള്ളൂ. അതെ. ശരിക്കും ആ ഒരു മണ്ണ് ജല സംരക്ഷണം അങ്ങനെ ഒരു വലിയൊരു സംരംഭത്തിലേക്ക് എത്തിയത്, ഇങ്ങനെ ഒരു വലിയൊരു സംരംഭം ഉണ്ടാക്കിയെടുത്തതിലൂടെയാണ് അവാർഡിലേക്ക് എത്തിയത് അല്ലേ? അവാർഡിലേക്ക് എത്തിയത്. ഇത് അവാർഡിന് വേണ്ടി ഞാൻ ചെയ്തതല്ല. ചെയ്തപ്പോൾ എന്തോ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവർ തീർച്ചയായും ഇതൊരു അവാർഡിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അത്രയും ഒരു അധ്വാനവും തോമസേട്ടൻ്റെ ഒരു അധ്വാനവും അതുപോലെ ചില ട്രിക്കുകളൊക്കെ ശരിക്കും മണ്ണിനെയും ജലത്തെയും കൂടുതലായിട്ട് നന്നായിട്ട് സംരക്ഷിക്കുന്നുണ്ട്. അതെന്തായാലും ഉറപ്പ് പറയും. ഈ തോട്ടം കണ്ട ആരും പറയില്ല. ചിലപ്പോൾ തോട്ടം കണ്ടാൽ ചിലപ്പോൾ നമ്മൾ പറയും രാസവളം ഇട്ടിട്ടാണ് ഇത്രയും ഇതായിട്ട് പൊന്തി വരുന്നതെന്നൊക്കെ. പക്ഷെ അതൊരിക്കലും ഇല്ല. ഒരു തുള്ളി രാസവളം പോലും ഈ തോട്ടത്തിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് ഞാൻ രാസവളത്തിനോട് പണ്ടേ എതിരാണ്. അല്ല, ഇപ്പം എല്ലാവരും പറയുന്നത് രാസവളം കിട്ടാനില്ല എന്ന് പറഞ്ഞ എല്ലാവരും. എനിക്ക് അത് കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. എന്തിനാ രാസവളത്തിൻ്റെ പുറമെ? ഇത് നല്ല ഫലഭൂയിഷ്ടമായ മണ്ണാണ്. ഡെക്കാൻ പീഠഭൂമി എന്ന് പറഞ്ഞാൽ തന്നെ ഫലഭൂയിഷ്ടമാണ്. ഇവിടെ വെള്ളം ഉണ്ടെങ്കിൽ തന്നെ എന്തും കൃഷി ചെയ്തുണ്ടാക്കാവുന്നതാണ് എൻ്റെ വിശ്വാസം. അതെ, അത് ഉദാഹരണമാണ്. നമുക്ക് കർണാടകയിലേക്ക് ചെന്ന ഇഷ്ടംപോലെ പച്ചക്കറി കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ ആ മണ്ണിൽ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തുകൊണ്ട് കൃഷി ചെയ്തുകൂടാ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇത് കർണാടക തന്നെയാണ്. അതെ, 1 കിലോമീറ്റർ ഇവിടുന്ന് 1 കിലോമീറ്ററേ ഉള്ളൂ. അല്ല, ഈ പ്രദേശം ഈ മുള്ളംകൊല്ലി പഞ്ചായത്തും കർണാടകത്തിലേക്ക് ചേർക്കേണ്ട ഒരു പ്രദേശമായിട്ട്.
അപ്പോൾ നമ്മൾ ഈ വെള്ളം ഉപയോഗിച്ച് കുളങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ തോട്ടത്തിൻ്റെ ഒരു വശത്ത് കണ്ടു, നമ്മൾ പടുതാക്കുളം കണ്ടു, അതുപോലെ താഴെ നമ്മൾ നാച്ചുറലായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു കുളം കണ്ടു. ഈ കുളം നമുക്ക് മത്സ്യകൃഷിക്കായിട്ട് ഉപയോഗപ്പെടുന്നുണ്ടല്ലേ? മത്സ്യം വളർത്തുന്നുണ്ട്, അതൊരു ചെറിയ വരുമാനം. ചെറിയ വരുമാനം. വേനൽക്കാലത്ത് വെള്ളം ഏതാണ്ട് തീരും, ആ തീരുന്ന സമയത്ത് മീനിനെ പിടിക്കാം. എന്തൊക്കെ മത്സ്യങ്ങളെ വളർത്തുന്നത്? ഞാനിപ്പം വരാല്, റോഗ്, ഗ്രാസ് കാർപ്പ്, പിന്നെ ആസാം വാള. ആസാം വാള സർക്കാർ തന്നെങ്കിൽ ആസാം വാള പലർക്കും ഒരു ഇഷ്ടമില്ല, പക്ഷെ നല്ല ടേസ്റ്റുള്ള മീനാണ് എൻ്റെ അനുഭവത്തിൽ. വളർത്താൻ വലിയ വിഷമമില്ല. പുതിയതായിട്ട് കൃഷി തുടങ്ങുന്നവർക്ക് വളർത്താൻ പറ്റിയൊരു മീനാണ് ആസാം വാളയും വരാലും. വരാലും മീനിന് ഡിമാൻഡ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇതും നമ്മൾ പിന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോൾ കച്ചവടക്കാരാണല്ലോ ഇതിൻ്റെ വില നിശ്ചയിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെയാണ് നമുക്ക് ഇവിടെ ഈ തോട്ടത്തിൽ എന്തൊക്കെയാണ് കൃഷിയുള്ളത്? ഈ തോട്ടത്തിൽ പ്രധാനമായും കമുകും തെങ്ങും ആണ്, പിന്നെ കാപ്പി, കൊക്കോ, പിന്നെ വാഴയും ഇടയ്ക്കൂടെ എല്ലാം വെക്കുന്നുണ്ട്. ഈ നാടൻ വാഴകൾ, ഏത്തവാഴയല്ല. ഏത്തവാഴയ്ക്ക് പിന്നെ വിഷം ചേർക്കാതെ ഉണ്ടാവില്ല. ഞാലിപ്പൂവിനും മൈസൂർ പൂവിനൊക്കെ ആണെങ്കിൽ പിന്നെ വിഷമൊന്നും കൊടുക്കണ്ട, നല്ല വളർന്നോളും. നല്ല ജൈവവളം കൊടുത്താലും ജീവാമൃതം കൊടുത്താൽ മതി, വേറെ ചെയ്യണം. ഈ ഏത്തവാഴയ്ക്കും ജീവാമൃതം മതിയെന്ന് പലക്കർ പറഞ്ഞെങ്കിൽ ഞാൻ ഏത്തവാഴ പരീക്ഷിച്ചിട്ട് നടത്തിയിട്ട്. നമുക്കെന്നാ ഒന്ന് താഴേക്ക് നടന്നാലോ? നമുക്ക് എന്തായാലും ഈ തോട്ടത്തിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ നടക്കുന്നതാണെങ്കിലും ഈ ഒരു നടക്കുമ്പോൾ തന്നെ നമുക്കൊരു കൂളിംഗ് ആണ്. നമ്മൾ ആ മുകളിലുള്ള ഒരു വെയിലിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് നല്ലൊരു തണുപ്പ്. അത് വേനൽക്കാലത്ത് നമുക്ക് ഈ താഴത്ത് ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ മുകളിലേക്ക് കയറി പോകാൻ തോന്നില്ല. ശരിക്കും ഇവിടെയാണ് ഇപ്പോൾ അടുത്തുള്ള ഈ തോട്ടത്തിനടുത്തുള്ള വീട്ടുകാരാണെങ്കിൽ പോലും പറയും ഇത് ഈ ഒരു തോട്ടം ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റുന്നത്. നമ്മുടെ പണിക്കാരും പറയുന്നത് പറമ്പിൽ പോവാണെങ്കിൽ സുഖം, അവിടെ നിൽക്കുന്നതിനേക്കാളും പിന്നെ ഈ പറമ്പിൽ പോകുന്നതായിരിക്കും. കടുവയൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഒരു പേടിയുണ്ട്. അതെ അതെ അതെ. നമുക്ക് തോമസേട്ടാ, ഇവിടെ നമ്മളിപ്പോൾ കൃഷി ചെയ്യുന്നതിലുള്ള ഒരു ഇപ്പോൾ ജൈവ രീതിയിൽ കൃഷി ചെയ്ത് പലരും വിജയിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തോട്ടത്തിൻ്റെ ഒരു സ്ഥിതി എങ്ങനെയാണ്? നമുക്ക് നഷ്ടമാണോ? ഈ കവുങ്ങാണെങ്കിലും കാപ്പിയാണെങ്കിലും കൊക്കോയാണെങ്കിലും ഇതൊക്കെ വെച്ചിട്ട് നഷ്ടമാണോ ലാഭമാണോ? ഈ പിന്നെ സീറോ ബഡ്ജറ്റ് ഫാമിങ്ങിൻ്റെ ഒരു പ്രധാന കാര്യം പലക്കർ തന്നെ പറയുന്നത് രോഗകീടബാധ ഇല്ല. രാസവളം വന്നതിന് ശേഷമാണ് നമ്മൾ ഈ പല രോഗങ്ങളും കാണുന്നത്. അതെ അതെ. പ്രത്യേകിച്ച് സസ്യങ്ങൾക്കും മനുഷ്യനും ക്യാൻസർ എല്ലാം കൂടിയത് ഈ രാസപ്രയോഗത്തിൻ്റെ ഫലമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ പറമ്പിൽ ഈ പറയുന്ന ഒരു രോഗവും ഒരു കൃഷിക്കും കാണുന്നില്ല. ഒന്നുമില്ല, എല്ലാത്തിനും നല്ല വിളവുണ്ട്. സാമാന്യം നല്ല വിളവ്, നമുക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ നഷ്ടമില്ല. എനിക്ക് ഇപ്പം പിന്നെ ഓരോന്നിനും വില കൂടുമ്പോൾ അതിൻ്റെ അത് നഷ്ടബോധം തോന്നില്ല. ഇപ്പോൾ ഈ പ്രദേശം മൊത്തം കമുക വെച്ചെങ്കിൽ കുറച്ചുകൂടെ വെച്ചാൽ, പക്ഷേ അതിൽ എനിക്ക് അങ്ങനെ ഒരു നഷ്ടബോധമില്ല. കാരണം ഒന്നിന് വില കൂടുമ്പോൾ ഒന്നിന് എല്ലാ വിളയും ഉണ്ടെങ്കിൽ സാധാരണ ഇപ്പോൾ നമുക്ക് വില കൂടുന്നതിൻ്റെ പുറകെയാണ് ആൾക്കാർ ഓടുന്നത്. കുറേ വർഷം മുമ്പ് അടയ്ക്കാൻ വേണ്ടായിരുന്നു, എന്നാലും തേങ്ങയ്ക്ക് നല്ല വില കിട്ടി. അതുകൊണ്ട് ആ ഒരു നഷ്ടബോധം എനിക്കില്ല. പിന്നെ ഇടവിള സമ്മിശ്ര കൃഷിയാണ് എപ്പോഴും കൃഷിക്കാരന് നല്ലത്. നമുക്ക് ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് പണ്ട് ഈ ഒരു കാടായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. ചേട്ടൻ വന്നപ്പോൾ ഞാൻ വരുമ്പം കാടല്ല, മരങ്ങൾ മുഴുവൻ വെട്ടി മനുഷ്യൻ കത്തിച്ചു, ഇല്ലിയും കത്തിച്ചു. പിന്നെ ബാക്കി തെരുവയിട്ട് ബാക്കി മരങ്ങളും കൂടി തെരുവയുടെ തൈലെടുക്കാൻ വേണ്ടി അങ്ങനെ തീർത്ത്. ഞാൻ വരുമ്പോൾ ഇതിനകത്ത് 3 മരമുള്ളത്, അതിന് ഒറ്റ ഏകരവും ഇല്ല, ഒരു തടിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ ഞാൻ വന്നതിന് ശേഷം മുളച്ചു വന്ന മരങ്ങളെല്ലാം നിർത്തി. ഇവിടെ എങ്ങനെയായിരുന്നു? അപ്പോൾ ഈ പണ്ട് അതൊരു കാടിന് സമാനമായ ഒരു സ്ഥലം തന്നെയായിരുന്നല്ലോ. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് വന്യമൃഗശല്യം? നമുക്ക് ഇവിടെ ചേട്ടൻ നമുക്കൊരു പറഞ്ഞതായിട്ട് നമുക്ക് ഓർമ്മയുണ്ട്. അതായത് അടുത്ത് തന്നെ കടുവ ഒക്കെ ഇതിലൂടെ വന്നതും അതേപോലെ ഒരു ഫോറസ്റ്റർ ആക്രമിച്ച കാര്യങ്ങളൊക്കെ, അതൊക്കെ എങ്ങനെയായിരുന്നു?
ഇതിപ്പം പിന്നെ കാട്ടിൽ പിന്നെ മൃഗങ്ങൾക്ക് വേണ്ട ഭക്ഷണം ഇല്ലെങ്കിൽ അവർ നേരെ നാട്ടിലോട്ട് ഇറങ്ങും. പിന്നെ കടുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു കടുവയ്ക്ക് ഒരു നിശ്ചിത ഏരിയ ഒരു കടുവയ്ക്ക് തന്നെ വേണമെന്നാണ് പറയുന്നത്. ഈ വയസ്സായ കടുവകളെയൊക്കെ അവർ അവിടെ നിന്ന് ഓടിക്കും. അവർ നാട്ടിലേക്ക് വരും, വല്ല പട്ടിയെ പശുവിനെയും പിടിച്ച് അവർക്ക് ജീവിക്കണമല്ലോ. പിന്നെ സർക്കാർ തന്നെ വനം ഉണ്ടാക്കുമ്പം ഈ തേക്കും തോട്ടം എല്ലാം കളഞ്ഞ് ഫലവൃക്ഷങ്ങളൊക്കെ നട്ടു വളർത്തുകയാണെങ്കിൽ മറ്റു മൃഗങ്ങളും കാട്ടിലുണ്ടാവും. ആ മൃഗങ്ങളെ തിന്ന് കടുവയെ അവിടെ ജീവിക്കും. പിന്നെ അപ്പോൾ കടുവയെ നേരിൽ കണ്ടൊരു ഭയങ്കരമായ ഒരു അനുഭവം ഉണ്ട് അല്ലേ തോമസ് ചേട്ടന്? അന്ന് പണ്ട് കൂടി ഒരു കടുവ വന്നത് അന്ന് ഇപ്പോൾ റിട്ടയർഡായ ഫോറസ്റ്റ് പേര് ഞാൻ പറഞ്ഞു നിൽക്കുക, അങ്ങനെ രണ്ടാമത് ആക്രമിച്ച് ഈ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് മുൻഭാഗത്തുള്ള വീടിൻ്റെ ആ പുറകിൽ നിന്നാണ്. ഞാനും കണ്ടുകൊണ്ട് നിൽക്കുക. കടുവ ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം കൂടെ നിൽക്കുമ്പോഴാണ് ഈ കടുവ വന്ന് അങ്ങേരെ ആ ഒരു കൊള്ളിയിൽ നിന്ന് മറിഞ്ഞു പോയത് കൊണ്ട് അങ്ങേര് രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അതെ. അപ്പോൾ ഇപ്പോഴും ഒരു കടുവ ഭീതി, വന്യമൃഗശല്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. അതിനിടയിലാണ് ഇത്രയും നല്ല രീതിയിൽ ഒരു കൃഷി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഇപ്പം പണിക്കാർക്കും എല്ലാവർക്കും അതെ എല്ലാവർക്കും ഒരു സഹായം കൂടിയാണ് നമ്മളിങ്ങനെ. ഇതിപ്പോൾ 6 ഏക്കർ തോട്ടം ഉണ്ടല്ലേ? ഉണ്ട്. അപ്പോൾ എന്തായാലും തോമസ് ചേട്ടാ, നമുക്ക് ഇവിടുത്തെ കൃഷി വകുപ്പാണെങ്കിലും അതുപോലെ തന്നെ മണ്ണ് സംരക്ഷണ വിഭാഗമാണെങ്കിലും അവരൊക്കെ തോമസ് ചേട്ടനൊരു സഹായത്തിനുണ്ട്. അതുപോലെ മണ്ണ് സംരക്ഷണ വകുപ്പിൻ്റെ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് PU ദാസ് സാറിൻ്റെ ഒരു നിർദ്ദേശം വെച്ചാണ് ഞാൻ ഈ റോഡ് വാട്ടർ ഹാർവെസ്റ്റിങ്ങും പിന്നെ ചകിരി എന്നാ വിറ്റ കൊക്കോപിറ്റ് ഒരു പേരുണ്ടായിരുന്നു, ചകിരി മാത്രം പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അത് ചെയ്യാൻ പറഞ്ഞു. അതിനുവേണ്ടി ഞാൻ കുറേ കുഴികൾ കുത്തി. പക്ഷേ അത് സർക്കാർ അതിന് എന്തോ ഒരു പൈസ തരാമെന്ന് പറഞ്ഞു. ഒരു പൈസ ഒന്നും തന്നില്ല. പിന്നെ ഈ റോഡ് വാട്ടർ പിടിക്കുന്നതിന് കുത്തി കുഴികൾക്ക് ഒരു കുഴിക്ക് 2500 രൂപ വെച്ചിട്ട് എനിക്ക് തന്നു. അതുപോലെ തന്നെ 1990 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു കബനി നദിയുടെ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് മൺകയ്യാല നിർമ്മിക്കാൻ 1 മീറ്ററിന് 15 രൂപ വെച്ച്. എനിക്കൊരു 8 രൂപ ചിലവ് വന്നുള്ളൂ. അപ്പോൾ 7 രൂപ മിച്ചം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരേക്കറിൽ 200 മീറ്ററേ അവർ അനുവദിക്കുള്ളൂ. പക്ഷേ എനിക്ക് 200 വരെ 400-ലധികം മീറ്റർ കയ്യാല വേണ്ടി ഞാൻ ബാക്കി പൈസ എൻ്റെ കയ്യിൽ നിന്നും കൂടി ഇട്ട് കിട്ടിയ കൂടുതൽ പൈസയും മറ്റാവശ്യത്തിന് ഉപയോഗിക്കാതെ മൊത്തം മൺകയ്യാല അന്ന് തീർത്താതെ വലിയൊരു അനുഗ്രഹമായി പോയി. അതെ, ഈ ഒരു മൺകയ്യാല തീർത്തത് നമുക്ക് ഈ ഒരു കൃഷിയിടത്തിന് കൂടുതലായിട്ട് ഉപകാരപ്പെട്ടു അല്ലേ? ഈ പറമ്പി വീഴുന്ന വെള്ളം അത് ആ ഭാഗത്ത് തന്നെ ഇറങ്ങാൻ പുറത്തോട്ട് ഒഴുകി പോയില്ല. മഴക്കുറവ് വളരെ രൂക്ഷമായി അനുഭവിക്കുന്ന ഒരു ജില്ലയാണ് വയനാട്. അപ്പോൾ ഈ വയനാട് ജില്ലയിലെ കർഷകർ മാതൃകയാക്കേണ്ട ഒരു കർഷകനാണ് തോമസ് ഏട്ടൻ. അത് തോമസ് ഏട്ടൻ്റെ ഈ കൃഷിയിടം സന്ദർശിച്ചാൽ തന്നെ മനസ്സിലാകും. കാരണം ഈ ഒരു കൃഷിയിടത്തിലെ പച്ചപ്പും ആ ഒരു കൃഷിയിടത്തിലേക്ക് പച്ചപ്പിലേക്ക് നയിക്കാനുണ്ടാക്കുന്ന അദ്ദേഹം പ്രയോഗിക്കുന്ന ചില ഐഡിയകളും കർഷകർക്ക് തീർച്ചയായിട്ടും മാതൃകയാക്കേണ്ട ഒന്നാണ്. കാരണം നമ്മുടെ ഈ വരൾച്ച എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാമെന്ന് പല രീതിയിൽ പലയിടങ്ങളിലും ചർച്ച നടക്കുന്നുണ്ട്. പലരും ഗവേഷണങ്ങൾ നടത്തുന്നുണ്ട്. ഈ വരൾച്ച എങ്ങനെ പ്രതിരോധിക്കാം, അതിന് എന്ത് കൃഷിയിടങ്ങളിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ സിമ്പിളായിട്ട് തോമസ് ഏട്ടൻ ആ ഒരു ഐഡിയ പ്രയോഗിച്ച്, ആ ഒരു വിദ്യ പ്രയോഗിച്ച് തോമസ് ഏട്ടൻ തന്നെ കൃഷിയിടത്തെ പച്ചപ്പ് ഒരു ഹരിത ഭംഗി നിറയ്ക്കുകയാണ് അദ്ദേഹത്തിൻ്റെ തോട്ടത്തിലൂടെ. ഹരിത ഭംഗി മാത്രമല്ല, അതിലൂടെ നല്ല വിളവും അതിലൂടെ തന്നെ നല്ലൊരു വരുമാനം അദ്ദേഹം നേടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും
കർഷകർക്ക്, ഞാൻ പറഞ്ഞ പോലെ തന്നെ കർഷകർക്ക് ഏറെ മാതൃകയായ ഒരു കർഷകനാണ് തോമസ് ഏട്ടൻ. അപ്പോൾ പാടവും പറമ്പും ഇന്നത്തെ എപ്പിസോഡ് ഈ തോമസ് ഏട്ടൻ്റെ വിശേഷങ്ങളോടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു കർഷകൻ്റെ വിശേഷങ്ങളുമായി കാണാം. നന്ദി, നമസ്കാരം.